ഫ്രണ്ട്സ്, നമ്മുടെ ബിഗ് ബോസിലെ ഒരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസ് ആരെങ്കിലുമൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പം നമ്മുടെ രേണു സുധി ഷാനവാസിനോടും നമ്മുടെ നോറയോടും കൂടി സംസാരിക്കുകയാണ് കേട്ടോ. നമ്മുടെ സുധി ചേട്ടനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എൻ്റെ ഭർത്താവ് നഷ്ടപ്പെട്ടപ്പോഴായിരുന്നു എനിക്കതിൻ്റെ വില മനസ്സിലായതെന്നും നമ്മുടെ ലൈഫിൽ ആരൊക്കെ ഇനി ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്കുണ്ടായ ഒരു നഷ്ടം ഇനി അത് ഒരിക്കലും നികത്താൻ പറ്റത്തില്ലെന്നാണ് നമ്മുടെ രേണു പറയുന്നത്. അതുപോലെ രേണു മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. സുധി ചേട്ടനാണെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പ്രോഗ്രാമിന് പോകുന്ന ടൈമിങ്ങിൽ രേണു ആണെങ്കിൽ പള്ളിയിലോട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് പോകുന്ന സമയത്തൊക്കെ രേണുവിനെ വിളിച്ചുകൊണ്ടേയിരിക്കും, മോളെ വാവ എവിടെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം രേണുവിന് ആദ്യമേയൊക്കെ ഭയങ്കര ദേഷ്യമാണ്, പുറത്തോട്ട് പോകുമ്പോൾ എപ്പോഴും വിളിക്കുന്നതെന്നുണ്ട്. പക്ഷേ രേണു ഇപ്പം നമ്മുടെ ഷാനവാസിനോടും നോറയോടും കൂടി വിഷമിച്ച് പറയുന്ന രംഗമുണ്ട്. ഇപ്പം ഞാൻ എവിടെ പോയാലും എന്നെ വിളിക്കാൻ ആരുമില്ല, അതുപോലെ തന്നെ എൻ്റെ കാര്യങ്ങൾ തിരക്കാനും ഈ ലോകത്ത് വേറെ ആരുമില്ല, അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട് തനിക്ക്. പക്ഷേ എന്നാലും ഒരിക്കലും എൻ്റെ സുധിച്ചേട്ടനെ പോലെ എനിക്ക് തീരെ നഷ്ടമായിരുന്നു എൻ്റെ സുധിച്ചേട്ടൻ എന്നൊക്കെയാണ് നമ്മുടെ ഷാനവാസിനോടും നോറയോടും കൂടി നമ്മുടെ രേണു പറഞ്ഞ് വിഷമിക്കുകയാണ് നമ്മുടെ ഇന്നത്തെ ബിഗ് ബോസിനകത്ത്. അത് തന്നെ നമ്മുടെ രേണു പറയുന്നുണ്ട്, എനിക്ക് നഷ്ടപ്പെട്ടത് ഇനി ഒരിക്കലും എനിക്ക് തിരിച്ച് കിട്ടില്ല. ഭാവിയിൽ ഏതൊക്കെ പാർട്ട്ണർ വന്നാലും എൻ്റെ സുധിച്ചേട്ടനെ പോലെ ഒരു പാർട്ട്ണറിനെ എനിക്ക് തിരിച്ച് കിട്ടില്ല. അതുപോലെ തന്നെ രേണു വളരെ വിഷമത്തോടെ പറയുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് നമ്മുടെ ലൈഫ് പാർട്ട്ണർ നമുക്ക് നഷ്ടമാകുന്നത്. നമ്മുടെ ജീവിതത്തിൽ സഹിക്കാൻ പറ്റത്തില്ല. ഞാനിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എനിക്ക് എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞാലും എൻ്റെ സുധിച്ചേട്ടനോളം എനിക്ക് ആരും വരത്തില്ല. അതെനിക്ക് എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഒരു തീരാ നഷ്ടമായിട്ടാണ് എനിക്കിരിക്കുന്നത്. പിന്നെ എപ്പോഴും എൻ്റെ കൂടെ സുധിച്ചേട്ടൻ ഉള്ളതെന്നുള്ള ഒരു ഉണ്ടെന്ന് എനിക്ക് ഫീലും ചെയ്യുന്നുണ്ടെന്നാണ് നമ്മുടെ രേണു പറയുന്നത്. അപ്പം രേണു ജെനുവിനായിട്ടാണ് ഇങ്ങനെ പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. രേണു പിന്നെ ഗെയിം കളിക്കുന്നതായിരിക്കില്ല, ജെനുവിനായിട്ട് പറയുന്നതായിരിക്കും. ഏതൊരു പെണ്ണായാലും ഒരു വിഷമങ്ങളൊക്കെ എന്തായാലും ഉണ്ടല്ലോ. അപ്പം രേണുവിനെക്കുറിച്ച് ഒരുപാട് ഗോസിപ്പുകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അപ്പം ഈ രേണു പറയുന്നതിനകത്ത് നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും രേഖപ്പെടുത്തുക കേട്ടോ. കമൻ്റായിട്ട് നമുക്ക് രേഖപ്പെടുത്തുക.